പൗലോസിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് ഒരു സാധാരണക്കാരനല്ല പ്രസംഗം കേൾക്കാൻ വിളിച്ചത്, രാജാവ് വിളിച്ചു പൗലോസിനെ. ഹല്ലേലൂയ. കാരണം വലിയൊരു സമ്പത്ത് എനിക്ക് കിട്ടും. രാജാവ് വിചാരിച്ചു പൗലോസിന്റെ പ്രസംഗം കേട്ടോണ്ടിരുന്നാൽ സമ്പത്ത് കിട്ടും. ഹല്ലേലൂയ. പൗലോസിന്റെ അകത്തുണ്ടായിരുന്നത് കോടിക്കണക്കിന് 9.5 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന പൗലോസ് തൻ്റെ കയ്യിലുള്ള ഈ കോടിക്കണക്കിന് പണമെല്ലാം കളഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, താന് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാനിടയായി. കാരണം തനിക്കൊരു കാര്യം മനസ്സിലായി, തൻ്റെ കയ്യിലുള്ള 9.5 കോടി രൂപയുടെ ആസ്തിയും തൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഡിഗ്രികളും തൻ്റെ കയ്യിലുള്ള ബെന്യാമിൻ ഗോത്രത്തിലെ ഏറ്റവും പൗരത്വവും, ഇതെല്ലാം റോമ സാമ്രാജ്യത്തിലെ പൗരത്വം, ബെന്യാമിൻ ഗോത്രത്തിൻ്റെ ആ ഒരു ഇതിൽ ജനിച്ചു എന്നുള്ള ആ ചിന്താഗതി, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ചപ്പന്നും ചവറന്നും തള്ളിക്കളഞ്ഞിട്ട് യേശുക്രിസ്തു എന്ന സമ്പത്തിനെ മുറുകെ പിടിക്കാനിടയായി. അതുകൊണ്ടാണ് പൗലോസ്, ഞാൻ പിമ്പിനുള്ളതിനെയൊക്കെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ഓട്ടക്കളത്തിനകത്ത് ഞാൻ ഓടി.